ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ശ്രീനായന. എല്ലാ മാസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ള നമ്മുടെ പ്ലാനർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആഗസ്റ്റ് മാസത്തെ പ്ലാനറാണ്. ഏറ്റവും സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചിത്രങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ ഒരു അബദ്ധം പറ്റിയിട്ടോ. ആഗസ്റ്റ് മാസത്തെ കലണ്ടർ ചെയ്യുമ്പോൾ അത് ജൂലൈയിലെ പോയിട്ട് എഴുതി, ജൂലൈയിലെ ദിവസങ്ങൾ എഴുതി. അപ്പോൾ നിങ്ങൾ കലണ്ടർ ഒന്ന് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളൂ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ അത് തിരുത്താൻ നിന്നിട്ടില്ല. കാരണം ഇതേ ദിവസം ആഗസ്റ്റ് 1 തന്നെയാണ് ഞാൻ വേഗം അതേ സമയം കൊടുക്കാതെ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനത് തിരുത്തും. അപ്പോൾ നിങ്ങൾ കലണ്ടർ എഴുതുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യണം, ശ്രദ്ധിക്കണം, തെറ്റുകൾ വരുത്തരുത്. ജൂലൈയിലെ കലണ്ടറാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അതിനുശേഷം ഇവിടെ അടിയിലൊരു ചെറിയൊരു പോസിറ്റീവ് ഫോട്ടോ എഴുതി. തൊട്ടടുത്ത പേജിൽ എനിക്കിഷ്ടമായ ഒരു വേർഡ്സ് എഴുതി. ടുഡേ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡേ ടു സ്മൈൽ ആൻഡ് ബി ഹാപ്പി. പിക്ചറൊന്നും വരച്ചിട്ടില്ല, സിമ്പിളായിട്ടുള്ളൊരു സ്മൈലി മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത പേജിൽ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാനറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് അറിയാൻ മുമ്പേ ഇത് റിലേറ്റഡ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അടുത്ത പേജിൽ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അടുത്ത പേജ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മാനസിക ആരോഗ്യം നന്നാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മാനസികാരോഗ്യം ആണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പാൻഡമിക് പീരീഡിൽ നമുക്ക് മാനസികാരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കണം. അധികമൊന്നും പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ആണ് തൊട്ടടുത്ത പേജിൽ ഞാനൊരു സ്പേസ് വിട്ടിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങളുടെ സ്കിൻ റിലേറ്റഡ് അല്ലെങ്കിൽ ഹെയർ, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അത് ചെയ്യുകയും വേണം. മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതേപോലുള്ള ടാപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. ഈ ടാപ്പാണ് ഞാൻ ഈ പേജിൽ സൈഡിലൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. ചിത്രം വരയ്ക്കാനൊക്കെ സമയം കളയണ്ട എന്ന് തോന്നുന്നവർക്ക് ഇങ്ങനെയുള്ള ടാപ്പുകൾ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഭംഗിയുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യാം. എപ്പോഴും ചിത്രങ്ങൾ വരച്ചാലാണ് രസം. ഒരുപാട് സമയം കളയണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാതിരുന്നത്. അപ്പോൾ തൊട്ടടുത്ത പേജിൽ സ്പെഷ്യൽ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് നോട്ട് ചെയ്യാൻ, അതേപോലെ ഗ്രോത്ത് ഗോൾസ്, പ്ലാൻസ്, പിന്നെ പ്ലാൻ ഫോർ ദ മന്ത്, ഐഡിയ കോർണർ. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നത് എന്താ വെച്ചാൽ, പലപ്പോഴും ഓരോ മാസം തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ ഒരു മാസം അവസാനമാകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് വിചാരിച്ച കാര്യങ്ങളൊന്നും കുറേയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്ലാനർ എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് നല്ല ഇഷ്ടമായിരിക്കും, അത് ഓരോ വ്യക്തികൾക്കും അനുസരിച്ചാണ്. ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലാനറും ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ കേട്ടോ. അതല്ലാതെ ചില കൂട്ടം ആൾക്കാർക്ക് ഇങ്ങനെ പ്ലാനർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോഴേ അതൊരു സ്ട്രെസ്സായി മാറും. അപ്പോൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ കാണരുത്. അവർക്ക് ഇങ്ങനെയുള്ള പ്ലാനറൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതൊക്കെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാനർ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തൊട്ടടുത്ത പേജിൽ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. നമുക്ക് ഓരോ മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റാണ്. നമുക്ക് ഓരോ ദിവസവും നന്ദി പറയാനുള്ള കാര്യങ്ങൾ, ആ ഒരു ദിവസം സംഭവിച്ച ദൈവത്തിനോട് നന്ദി പറയണം, അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയണം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പേഴ്സ് ഇട്ടിട്ട് പേജ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ ഒരു താങ്ക് യു എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ എത്ര താങ്ക് യു പറയുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പേജ് വിട്ടിട്ടുള്ളത്. തൊട്ടപ്പുറത്തെ പേജിൽ ജൂലൈ മന്തിലെ അച്ചീവ്മെൻറ്റ്സ് നോട്ട് ചെയ്യാനും, അതുപോലെ അതേപോലെ തന്നെ ആ മാസം എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ സമയം വേസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പേജ് വിട്ടിട്ടുള്ളത്. അതേപോലെ ആഗസ്റ്റ് മന്തിൽ ഏതൊരു കാര്യത്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് വേണമെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആഗസ്റ്റ് ഫോക്കസ് എന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത പേജിൽ ഹാബിറ്റ് ട്രാക്കർ, അതെല്ലാ മാസവും ചെയ്യാറുണ്ട് ഹാബിറ്റ് ട്രാക്കർ. അപ്പോൾ അവിടെ ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ ജസ്റ്റ് വരച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഓരോ മാസവും നിങ്ങൾക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള നല്ല ശീലങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ബുക്കുകൾ ഏതൊക്കെ വായിക്കണം ഈ മാസം എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊരു പോർഷൻ വിട്ടിട്ടുണ്ട്.
ഇനി കഴിഞ്ഞു. ഇനി ടു ഡു ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അഞ്ചാഴ്ചയും ടു ഡു ലിസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5 പേജുകൾ വിട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു ഫസ്റ്റ് വീക്കിൻ്റെ മാത്രമേ ഞാൻ ദിവസങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു കോളം വരച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതായത് ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിക്കും ഓരോ ദിവസവും ചെറിയ ഒരു 2, 3, 4 ഗോളുകൾ എഴുതി വയ്ക്കുക. അതായത് ആ ദിവസം നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് ടിക്ക് ചെയ്യുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ് വിട്ടിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 5 പേജുകളാണ് വിട്ടിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റ് പേജിൽ ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതിലാണ് കൂടുതൽ എനിക്ക് എഴുതി വയ്ക്കാനും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഐഡിയാസും ടോപ്പിക്സും എഴുതാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ മാസവും നമുക്ക് അടുത്ത മാസം ചെയ്യേണ്ട കാര്യങ്ങൾ, ഓരോ ഐഡിയാസൊക്കെ വരും. അപ്പോൾ അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത് ഒരു ഭാഗം വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഒരു പ്ലാനറിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പുതുതായിട്ടാണ് ഇങ്ങനൊരു പ്ലാനർ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായ രീതിയിൽ ഒരു ചെറിയ നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു ഡയറിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ പ്ലാനർ സെറ്റ് ചെയ്യാം. ഈ ഒരു മാസം എല്ലാവർക്കും ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവട്ടെ, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ സാധിക്കട്ടെ. വീഡിയോ ഇഷ്ടമായിച്ചാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു. സൈനിങ് ഓഫ് ശ്രീനായന.